ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. പട്ടേൽ ചൗക്ക് മെട്രോ സ്റ്റേഷന് സമീപത്താണ് പ്രതിഷേധക്കാർ തടിച്ചുകൂടിയിരിക്കുന്നത്. അവിടെ നിന്ന് പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ബൽറാം നെടുങ്ങാടി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, സ്ത്രീകളടക്കം വലിയ പങ്കാളിത്തമാണോ? എന്താണ് പുതിയ വിവരങ്ങൾ? വേണു, വലിയ പങ്കാളിത്തം തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രഖ്യാപിച്ച പ്രതിഷേധ മാർച്ചിനും ഘരാവോയ്ക്കും ലഭിച്ചിരിക്കുന്നത്. നിരവധി പേർ, ഏതാണ്ട് 100-ലേറെ പേർ ഇതിനകം തന്നെ കസ്റ്റഡിയിൽ എടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും പ്രവർത്തകർ ഈ പട്ടേൽ ചൗക്ക് മെട്രോ സ്റ്റേഷന് സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളടക്കമുള്ള പ്രതിഷേധക്കാരുടെ വലിയ പങ്കാളിത്തം തന്നെ ഈ പ്രതിഷേധത്തിന് ഉണ്ട്. നിരവധി പേർ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ ഏതാണ്ട് പകുതിയോളം പേർ സ്ത്രീകൾ തന്നെയാണ്. ആം ആദ്മി പാർട്ടിക്ക് പിന്തുണയുമായി നിരവധി പേർ പഞ്ചാബിൽ നിന്ന് പോലും എത്തിയിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരായ കടുത്ത പ്രതിഷേധം തന്നെയാണ് ഡൽഹിയിലെ തെരുവുകളിൽ നാം ഇപ്പോൾ കാണുന്നത്. നിരവധി പേർ ഇതിനകം അറസ്റ്റ് വരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പോലീസ് ബലപ്രയോഗത്തിലൂടെയാണ് പ്രതിഷേധക്കാരെ ഇവിടെ നിന്നും മാറ്റുന്നത്. റോഡിലൂടെ വലിച്ചിഴച്ച് കൊണ്ടാണ് പ്രതിഷേധക്കാരെ കൊണ്ടുപോകുന്നത്. നിരവധി പേരുടെ വസ്ത്രങ്ങൾ കീറിയിരിക്കുന്നു, പരിക്കേറ്റിരിക്കുന്നു. സ്ത്രീകളടക്കമുള്ളവർക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു. പോലീസ് നടപടിയിൽ ഇവരെ ഇപ്പോൾ ഡൽഹി അതിർത്തികളിലുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാറ്റുകയാണ് പോലീസ്. 4 വാഹനങ്ങൾ ഇതിനകം തന്നെ പോയിരിക്കുന്നു. ഇപ്പോഴും നിരവധി വാഹനങ്ങൾ ഇവിടെ പ്രതിഷേധക്കാരെ കൊണ്ടുപോകുന്നതിനായി തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. സ്ത്രീകളെതിരെ അടക്കമുള്ള പ്രതിഷേധക്കാർക്കെതിരെ കടുത്ത നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതേസമയം നേരത്തെ സ്വീകരിച്ചിരുന്നതിന് സമാനമായി തന്നെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് വരാതെ ചെറിയ ചെറിയ സംഘങ്ങളായാണ് പ്രതിഷേധക്കാർ ഇവിടെ സമ്മേളിച്ചു കൊണ്ടിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇപ്പോഴും നിരവധി പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും കടുത്ത പ്രതിഷേധം തന്നെയാണ് ഡൽഹിയിലെ തെരുവുകളിൽ ഈ ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതി ഉപരോധിക്കും എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രഖ്യാപനം. അതിനുവേണ്ടിയാണ് പഞ്ചാബിൽ നിന്നടക്കമുള്ള ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഡൽഹിയിൽ എത്തിയിരിക്കുന്ന പ്രതിഷേധത്തിനായി. ആദ്യഘട്ടത്തിൽ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് നിന്നും പ്രഖ്യാപിച്ച മാർച്ച്, എന്നാൽ അവിടെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് പട്ടേൽ ചൗക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് സമീപത്തേക്ക് മാറ്റിയത്. ഇവിടെ ഡൽഹി പോലീസ് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. മെട്രോ സ്റ്റേഷന്റെ മറ്റ് ഗേറ്റുകൾ എല്ലാം അടച്ച് ഒരു ഗേറ്റ് മാത്രമാണ് ഇപ്പോൾ തുറന്നു വച്ചിരിക്കുന്നത്. അവിടേക്ക് എത്തുന്ന പ്രവർത്തകരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. മറ്റ് 2 മെട്രോ സ്റ്റേഷനുകൾ, ഡൽഹി സെൻട്രൽ സെക്രട്ടേറിയറ്റ്, ലോക് കല്യാൺ മാർഗ് എന്നീ മെട്രോ സ്റ്റേഷനുകളും പോലീസ് അടച്ചിരിക്കുകയാണ്. കൂടാതെ കടുത്ത ഗതാഗത നിയന്ത്രണവും ഡൽഹിയിൽ ഈ പ്രതിഷേധത്തെ തുടർന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇതിനെയെല്ലാം മറികടന്ന് ഇപ്പോഴും 100 കണക്കിന് പ്രവർത്തകർ പ്രതിഷേധിക്കാനായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധമാണ് പട്ടേൽ ചൗക്ക് കേന്ദ്രീകരിച്ച് ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കി മുന്നോട്ട് പോവുകയാണ് ആം ആദ്മി പാർട്ടി. അതേസമയം കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ടും ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധത്തിനെതിരെയും BJPയുടെയും പ്രതിഷേധം നടക്കുകയാണ്. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, എന്താണ് BJPയുടെ പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ? യുടെ പ്രവർത്തകർ ഈ ഫിറോസ് ഷാ കോട്ട്ലയിൽ നിന്ന് ഡൽഹി സെക്രട്ടേറിയറ്റിലേക്കാണ് മാർച്ച് നടത്തുന്നത്. 100 കണക്ക് പ്രവർത്തകർ ഇവിടെ ഈ ഫിറോസ് ഷാ കോട്ട്ലയ്ക്ക് സമീപം എത്തിയിട്ടുണ്ട്. പോലീസ് ബാരിക്കേഡ് വെച്ച് ഈ അങ്ങോട്ടേക്കുള്ള മാർച്ച് തടയുകയും ചെയ്തിരിക്കുകയാണ്. വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനായിട്ടുള്ള ശ്രമമാണ് BJPയുടെ ഭാഗത്ത് നിന്ന് നടത്തുന്നത്. അവർ പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഡൽഹിയെ ഭരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അഴിമതി, ഡൽഹിയെ സംബന്ധിച്ച് അഴിമതിയുടെ കാരണമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ ആ വിധത്തിൽ അംഗീകരിക്കാൻ തങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് രാജി അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധം BJP സംഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. നമുക്ക് ഈ ഫിറോസ് ഷാ കോട്ട്ലയിൽ നിന്ന് ഡൽഹി സെക്രട്ടേറിയറ്റിൽ വലിയ മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഈ പ്രതിഷേധ പരിപാടികളുടെ ഭാഗമാക്കുക എന്നുള്ളതാണ് ഈ BJPയുടെ ലക്ഷ്യം. അതിനുവേണ്ടിയിട്ടുള്ള ഈ ദൃശ്യങ്ങൾ ഒരുപക്ഷെ വേണുവിന് കാണാൻ സാധിക്കും. പ്രവർത്തകരെ കൊണ്ട് BJPയുടെ
നേതാക്കന്മാരെ ഒക്കെ ഈ ഫിറോസ് ഷാ കോട്ട്ലയുടെ ഈ മേഖല നിറഞ്ഞിട്ടുണ്ട്. ഈ മാർച്ച് ഇവിടെ നിന്ന് ദൂരേക്ക് പോകുന്നതിന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് ഉള്ളത്. പക്ഷേ റോഡിൽ എത്തിയിരുന്നൊക്കെ BJPയുടെ പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കുന്നു. അതിൽ നഗരത്തിന്റെ രണ്ട് മേഖലകളും പ്രക്ഷോഭ സജ്ജമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഡൽഹിയെ സംബന്ധിച്ച് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. രാജ്ഘട്ടിന് സമീപം ഡൽഹി ഗേറ്റിനോട് അടുത്തിട്ടുള്ള മേഖലകളിലാണ്. ശരി, ആർ രാധാകൃഷ്ണനും ബൽറാം നെടുങ്ങാടിയുമാണ് വിശദാംശങ്ങൾ നൽകിയത്.